നമസ്കാരം. കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണല്ലേ. ഇത് പാർട്ട് 6 ആണ്. പാർട്ട് 5 വരെ കാണാത്ത കൂട്ടുകാർ ഇതൊക്കെ കാണുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? PSC ഇത്രയും കാലം ചോദിച്ച ചോദ്യങ്ങളൊക്കെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇനിയുള്ള PSC ബുള്ളറ്റിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വരുന്ന പരീക്ഷകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചോദ്യം തന്നെ ഓൾറെഡി PSC ചോദിച്ച ചോദ്യമാണ്. 2024 നിപ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ്. ഏതാണ്? മലപ്പുറം ജില്ല. 2024 നിപ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കൂട്ടുകാരെ? അത് മലപ്പുറം ജില്ലയാണ് അല്ലേ? മലപ്പുറം ജില്ല. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ്. എന്താണ്? കേരള സംഗീത നാടക അക്കാദമി. ഓക്കെ അല്ലേ? അപ്പോൾ പല കൂട്ടുകാരും നമ്മളെ ഈ PSC ബുള്ളറ്റിൻ ലഭിക്കുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ PSC ബുള്ളറ്റിൻ നമുക്ക് ഓൺലൈനായിട്ടും നമ്മുടെ PSC സൈറ്റിൽ പോയാൽ ഓൺലൈനായിട്ട് നമുക്ക് വരിക്കാരാകാം. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളിലൊക്കെ PSC ബുള്ളറ്റിൻ ലഭ്യമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള ഏറ്റവും നല്ലൊരു ബുക്ക് സ്റ്റാളിൽ പോവുക, അല്ലെങ്കിൽ അവരോട് പറയുക PSC ബുള്ളറ്റിൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ PSC ബുള്ളറ്റിൻ അവർ വരുത്തി തരുന്നതായിരിക്കും. നല്ലൊരു പ്രസിദ്ധീകരണം, PSCയുടെ ഭാഗത്തിൽ നല്ലൊരു പ്രസിദ്ധീകരണമാണ്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാ മാസത്തിൽ 2 തവണയാണ്. അതായത് 1-ാം തീയതിയും 15-ാം തീയതി, ഒരു മാസത്തിൻ്റെ ആദ്യം ഫസ്റ്റ് ആൻഡ് ഹാഫ് 15-ാം തീയതിയുമാണ് ഈ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്നത്. 2 എന്നൊരു 15 രൂപ മാത്രമേ ഉള്ളൂ. അതൊക്കെ ചെറിയൊരു 30 രൂപ മാത്രമേ ഒരു മാസത്തിൽ വരികയുള്ളൂ. പക്ഷേ നിങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഈ കഴിവ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് PSC ബുള്ളറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ്. ഇനി കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് ആരാണ്? അത് AK ശശീന്ദ്രൻ. ആരാണ്? AK ശശീന്ദ്രനാണ്. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് ആരാണ് കൂട്ടുകാരെ? അത് AK ശശീന്ദ്രനാണ് അല്ലേ? നെക്സ്റ്റ്, സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അത് വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. ഏതൊക്കെയാണ്? വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി അല്ലേ? സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. നെക്സ്റ്റ്, പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ബേപ്പൂർ. എവിടെയാണ്? ബേപ്പൂരാണ് അല്ലേ? പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ബേപ്പൂരാണ്. നെക്സ്റ്റ്, 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടിയാണ് ആരുടെ? കവിയൂർ പൊന്നമ്മ. ആരാണ്? കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മയാണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടിയാണ് ആര് കൂട്ടുകാരെ? കവിയൂർ പൊന്നമ്മ. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് കോഴിക്കോടാണ്. ഏതാണ്? കോഴിക്കോട്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് എന്താണ്? എന്താണ് ക്വസ്റ്റ്യൻ? തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് എന്നാണ്? ഓപ്പറേഷൻ ടൊറോഡൽ ഓറോ. എന്താണ്? ടൊറേഡൻ ഓറോ. എന്താണ്? തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ
ടൊറേ ഡെൽ ഓറോ. ഓക്കെ അല്ലേ? ഇനി ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനം. ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഓർത്തിരിക്കുക, ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രാവിലെ PSC ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് തരും. അതുപോലെ തന്നെ രാത്രി ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വരുന്ന പരീക്ഷ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കാൻ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നെക്സ്റ്റ് ആണ് 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകൾ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ആര്? KJ ബേബി അല്ലെങ്കിൽ കനവ് ബേബി എന്നറിയപ്പെടുന്നു അല്ലേ? KJ ബേബി അല്ലെങ്കിൽ കനവ് ബേബി. എന്താണ്? 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകൾ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് KJ ബേബി. നെക്സ്റ്റ് ആണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്രജീവിത പശ്ചാത്തലത്തിലുള്ള നോവലാണ് മാവേലി മന്റം എന്നാണ്. മാവേലി മന്റം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്രജീവിത പശ്ചാത്തലത്തിലുള്ള നോവലാണ് ഏതിടാ? മാവേലി മന്റം. നെക്സ്റ്റ്, ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം. എന്താണ്? കാരുണ്യ സ്പർശം അല്ലേ? ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതിടാ? കാരുണ്യ സ്പർശം. നെക്സ്റ്റ് ആണ് പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് ഏത്? കേരള ഹൈക്കോടതി അല്ലേ? കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശ്ശൂർ. ഇനി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇത്? K-Shopee എന്നാണ്. K-Shopee. തൃശ്ശൂർ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇത്? K-Shopee. നെക്സ്റ്റ് ആണ് കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് പുതുശ്ശേരി, പാലക്കാട് എന്നാണ്. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി, പാലക്കാട്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻ തുരുത്ത്. എവിടെയാണ്? കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? അത് മറവൻ തുരുത്ത്, കോട്ടയം. നെക്സ്റ്റ്, കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരാണ് ഡ്രോൺ ശ്രീ എന്നാണ്. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരാണ് ഏത്? ഡ്രോൺ ശ്രീ അല്ലേ? ഡ്രോൺ ശ്രീ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ പിണറായിലാണ്. എവിടെയാണ്? പിണറായി. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ്, ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ പിണറായിലാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. ഇതാണ് കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണല്ലേ? കേരളം. നെക്സ്റ്റ്, കുടുംബശ്രീ പ്രവർത്തകർ കൂടുതൽ പട്ടികവർഗ മേഖലയിൽ എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഓക്കെ അല്ലേ? കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ഏത്?
പ്രകൃതിയോടൊപ്പം. ഇതാണ് പ്രകൃതിയോടൊപ്പം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ഏത് കൂട്ടുകാരെ? പ്രകൃതിയോടൊപ്പം. നെക്സ്റ്റ് ആണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്? അത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ. എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കടപ്പൂർ. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രസിദ്ധ സിനിമാ നടനാണ് ആര്? TP മാധവൻ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനാണ് ആര് കൂട്ടുകാരെ? TP മാധവൻ. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ്, അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടനാണ് ആര്? TP മാധവൻ. അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടനാണ് ആരുടെ? TP മാധവൻ അല്ലേ? നെക്സ്റ്റ് ആണ് എന്താണ് സ്നേഹിത എന്ന് പറഞ്ഞാൽ? സ്നേഹിത എന്ന പദ്ധതി എന്താണ്? വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത്? സ്നേഹിത. എന്താണ് സ്നേഹിത? എന്താണ് സ്നേഹിത? വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏതിടാ? സ്നേഹിത. നെക്സ്റ്റ്, വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനമാണ് ഏത്? സർവത്ര. എന്താണ്? വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനമാണ് ഏത്? സർവത്ര. സർവത്ര. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ ഏതൊക്കെയാണ്? അത് കുമരകം, കോട്ടയം, അതുപോലെ തന്നെ കടലുണ്ടി, കോഴിക്കോട്. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകളാണ് കോട്ടയം ജില്ലയിലെ കുമരകവും കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയും. ഇനി ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അത് തൃശ്ശൂർ ജില്ലയാണ്. ഇവിടെയാണ് തൃശ്ശൂർ ജില്ല. അടുത്ത മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അത് തൃശ്ശൂർ ജില്ല. നെക്സ്റ്റ്, മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി നിലയം നിലവിൽ വരുന്ന എവിടെയാണ്? അത് കായംകുളത്താണ്. എവിടെയാണ്? കായംകുളം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്ന എവിടെയാണ്? അത് കായംകുളം. എവിടെയാണ്? കായംകുളം. നെക്സ്റ്റ്, പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക് അല്ലേ? പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. മിഷൻ സ്ട്രോക്ക്. നെക്സ്റ്റ്, സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല ഏതാണ്? കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം എന്നാണ്. എന്താണ്? അഭിന്നം. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല എവിടെയാണ്? കാസർഗോഡാണല്ലേ? ആ ഭിന്നശേഷി കലാമേളയ്ക്ക് നൽകിയ പേര് എന്താണ്? അഭിന്നം. അഭിന്നം. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് ഏതിടാ? കവച്. എന്താണ്? കവച്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് ഏത് കൂട്ടുകാരെ? കവച്. എന്താണ്? കവച് അല്ലേ? കവച്. നെക്സ്റ്റ് ആണ് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഏതിടാ? ഗോൾ ഫോർ വയനാട്. എന്താണ്? ഗോൾ ഫോർ വയനാട്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഏത്? ഗോൾ ഫോർ വയനാട്. ഗോൾ ഫോർ വയനാട് എന്നത്. നെക്സ്റ്റ്, മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോൺ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം. എന്താണ്? മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി. എന്താണ്? ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം അല്ലേ? ഇനി കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷകർ ഉൽപ്പാദിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ഏത്? IISR ചന്ദ്ര എന്നത്. എന്താണ്? IISR ചന്ദ്ര. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ
സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ഏത്? IISR ചന്ദ്ര എന്നത്. നെക്സ്റ്റ്, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്റർ ആണ് ഏത്? സഹജ. എന്താണ്? സഹജ. സ്ത്രീ തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻ്ററാണ് ഏത്? സഹജ. എന്താണ്? സഹജ. നെക്സ്റ്റ്, കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണെങ്കിൽ തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണല്ലേ? ഇടുക്കി. നെക്സ്റ്റ്, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തെളിമ. ഇതാണ് തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? തെളിമല്ലേ? തെളിമ. നെക്സ്റ്റ്, അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഏത്? കേരളം. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെ? നമ്മുടെ കേരളമാണല്ലേ? കേരളമാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായകനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന കമ്പനിയായ BPL ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രൂപ്പ് സ്ഥാപകനുമാണ് ആര്? TPG നമ്പ്യാർ. എന്താണ്? ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന കമ്പനിയായ BPL ഗ്രൂപ്പ് സ്ഥാപകനുമാണ് DPG നമ്പ്യാർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്താണ് നമ്മുടെ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസും കൃത്യമായി ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. സി യു.